നഹാസെ, എന്തുകൊണ്ടാണ് ഇന്ത്യൻസ് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അൺസ്കിൽഡ് ജോബ്സ് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്നത്? അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ നാട്ടിലിപ്പം 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറിന് എഞ്ചിനീയറിംഗ് കിട്ടുന്ന ജോലിയുടെ സാലറിയെക്കാട്ടിലും കൂടുതൽ വെളിയിൽ പോയി പാത്രം കഴിയാൻ കിട്ടും. മനസ്സിലായി? അവിടെ കിട്ടുന്ന ഇപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്നതൊന്നും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്രെഡ് പോലും വാങ്ങിക്കാൻ കഴിയില്ല. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കറൻസി ഇൻഫ്ലേഷനാണ്. ഇപ്പോൾ 10 വർഷം മുമ്പ് ഒരു ഡോളർ എന്ന് പറയുന്നത് 50 രൂപയാണ്, ഇപ്പോൾ നോക്കി 80 ആണ്. അത് ഒരു ദിറംസ് എന്ന് പറഞ്ഞത് 16 രൂപയായിരുന്നു, ഇന്ന് നോക്കുകയാണെങ്കിൽ 24 രൂപ. അത്രയും വലിയൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മളുടെ മാർക്കറ്റിനെ അതുപോലെ അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെയും ബാധിക്കും, പോലെ നമ്മുടെ സേവിങ്സിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇതൊന്നും തികയാത്തതുകൊണ്ടാണ് ആൾക്കാർ പൊതുവെ വെളിയിൽ പോയിട്ട് ഇതുപോലെ അൺസ്കിൽഡ് ജോലികൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. എങ്കിൽ എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് നമ്മുടെ ഇന്ത്യ തന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്കിൽഡ് ജോബും കിട്ടും, നല്ല സാലറിയും കിട്ടും? അതിന്റെ റീസൺ എന്താ? അതിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഫാത്തിമ ഒരു കട തുടങ്ങി വിചാരിച്ചോ. ഫാത്തിമ അതിലെ 2 പണിക്കാരെ വെച്ചു, ഒന്ന് യൂറോപ്പിനെ വെച്ചു, ഒന്ന് ഇന്ത്യക്കാരനെ വെച്ചു. ആർക്ക് സാലറി കൊടുക്കും? യൂറോപ്പിന്. ഓഫ് കോഴ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്കാരന് നമ്മളിപ്പോൾ ഒരു 30,000 അല്ല 50,000 കൊടുത്തു കഴിഞ്ഞാൽ, അല്ല 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മതി. ഈ ഒരു മാസം ഓടിപ്പോൾ അത് മതി. അവർക്ക് പിന്നെ സേവിങ്സ് ഒരുപാട് കാണും. പക്ഷേ അതേ സംബന്ധിച്ച് യൂറോപ്യൻസിനെ നോക്കുകയാണെങ്കിൽ അവർക്കതൊന്നും പോരാ. നമ്മൾ ഈ കൊടുക്കുന്ന പൈസയൊക്കെ അവരുടെ രാജ്യത്തിലേക്ക് ചേഞ്ച് ആകുമ്പോൾ 1 ലക്ഷം തരാം, 1 ലക്ഷം രൂപ കൊടുത്താലും നമ്മൾ ചേഞ്ച് ആകുമ്പോൾ $1,000 ആവുള്ളൂ. ചായ കുടിക്കാനുള്ള പൈസ ഉള്ളൂ ഒരു മാസം, എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള പൈസ ഉള്ളൂ. അപ്പോൾ അതൊന്നും അവർക്ക് തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ രാജ്യത്തിൻ്റെയും കറൻസിയുടെ മൂല്യം അനുസരിച്ചിരിക്കും ആ രാജ്യത്തുള്ള ആൾക്കാരെ മറ്റുള്ള രാജ്യക്കാർ പരിഗണിക്കും.